ശരി, വരാം വരാം. എനിക്കറിയാടി, രണ്ടാളും കൂടെ എന്നെ ചുറ്റി കൂട്ടുന്നോന്ന് അറിയത്തില്ല. പിന്നെ പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടും വേറെ ഒരു ആലോചന വന്നിട്ടും അവന് വേണ്ട. കാരണം ഇത് പറഞ്ഞപ്പോൾ അവന് കുഴപ്പമില്ല. ഞാനും വിചാരിച്ചൊന്നും ശരിയാവുന്നില്ലല്ലേ, കല്യാണം നടക്കുന്നെങ്കിൽ അങ്ങ് നടക്കട്ടെ. ഓ, കല്യാണമെന്ന് പറയാൻ എന്തോന്ന്, ഒരു നിക്കാഹ് നടത്തി ഇല്ലോ, തിന്നാൻ കൊള്ളായിരുന്നു. പിന്നെ രണ്ടവളുമാരും ഈ വീട്ടിൽ തന്നെ വന്നു കയറി, അവരെയൊക്കെ ഒരു ഭാഗ്യം അല്ലേ. താത്ത ശ്രദ്ധിച്ചോണേ. ആ, അതിനൊന്നും ഞാൻ നിൽക്കത്തില്ല. എൻ്റെ മക്കള് ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല. ഞാൻ വരച്ച വരയ്ക്കപ്പുറം അവന്മാർ പ്രവർത്തിക്കത്തില്ല. മറ്റുള്ള ആ രീതിയിൽ തന്നെ എനിക്ക് അറിഞ്ഞൂടെ. അതെനിക്കറിയാം. അപ്പോൾ പിന്നെ അതിലൊന്നൊരു കുഴപ്പമില്ല. മറ്റോളെ ഞാൻ എൻ്റെ അയക്കങ്ങ് എടുക്കും. അവളെ അനിയത്തിയില്ലേ. ഇത്ത കണ്ടും കേട്ടോ അങ്ങ് നിന്നാ മതി. അവളുടെ അടുത്തൊന്നും സംസാരിക്കാനും പറ്റിയില്ലല്ലോ ഇതുവരെ. ക്ഷമി, ജോലിയൊന്നും ഒതുങ്ങി. ആ, എന്താമ്മ? ഇവിടെ എത്ര നേരമായി അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചേ. ആ, അതെ, അനിയൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ ഇരിക്കുന്നു, അവരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുമ്മ. ഞാൻ വിളിക്കുന്നെന്ന് പറ. ഒത്തിരി സമയമായിട്ട് അവള് വന്ന് കാത്തിരിക്കുക, കണ്ടിട്ട് പോയി. ഇന്നലെയും കാത്തിരുന്നിട്ട് ഒന്നും വന്നില്ല. ഇന്നലെ തലവേദനയെന്നാ പോയി കിടന്ന്. പിന്നെ ഞാൻ വിചാരിച്ചാ പോട്ടെന്ന്. ഇന്നലെ അപ്പുറത്തെ നസീമായും ഇതും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയപ്പോ ഒരു നേരമായി. നീ പിന്നെ എന്ത് വരാൻ? ഇന്നലെ ഞാൻ മരിപ്പ് വീട്ടിലായി പോയി. ആ, അവിടെ പോയിരുന്നില്ലേ? ആ താത്താ വിളിക്കാം. ആ, മോളെ വീട്ടില് പെട്ടെന്ന് അവിടെ ഒന്ന് പോയി വിളിക്കാവളാ. ആ ആ, ശരി, വരാം വരാം. റൂബി ഡി റൂബി, ചേട്ടാ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ല്. അയൽവക്കത്ത് അവരൊക്കെ ഉമ്മാടെ അടുത്തിരിക്കുന്നു. ഉമ്മ അറിഞ്ഞ് നിന്നെ അങ്ങോട്ടൊന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാം. വാ, അവരോടൊക്കെ വന്നൊന്ന് സംസാരിക്കും. അതും ഇതുമൊക്കെ ചോദിക്കാനാ. എനിക്ക് വയ്യ, ഞാൻ വളരെ ടയേർഡാ. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. നിന്നു അങ്ങനൊന്നും പറയല്ലേ നീ. നീ വന്നപ്പോഴേ ചേട്ടത്തിയായിട്ട് സംസാരിക്കുന്നില്ല, എന്ത്? അതൊക്കെ നമ്മളെ പ്രശ്നം തന്നെയാണ്. അത് വേണ്ട, അത് ഞാൻ പിന്നെ പറയാം. ഞാൻ പോയിന്ന് ഡ്രസ്സൊക്കെ മാറട്ടെ. ഇവള് മൂത്തോളോ കണക്കെല്ലാം തോന്നല്ലേ. വാ, വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തുക. ക്ഷമി. ആ, അതാ വരുന്നമ്മ. എന്ത് ക്ഷമി, അവളെ ഞാൻ വിളിച്ച അവൾക്ക് വരാൻ വയ്യേ? ആ ഉമ്മ, അവൾക്ക് തലവേദനയെന്ന്. അതാ അവള് തലവേദനയായിട്ടങ്ങ് കിടന്നേട്ടാ. ആ, അപ്പൊ അനിയന്റെ കൂട്ടുകാർ പോയപ്പോ തന്നെ അവള് പോയി കിടന്ന്. അല്ലെ, യാത്രാ ക്ഷീണമൊക്കെ ആയിരിക്കും. ആ, എങ്കിൽ കിടക്കട്ടെ മോളെ, ഞാൻ നാളെ വരാം. ഓ, താത്ത നാളെ വാ അല്ലേ അമ്മ? ആ, എങ്കിൽ നീ പോയിട്ട് പിന്നെ വാ. അനിയത്തി മോളെ പോലെ അല്ലല്ലേ? അങ്ങനൊന്നും ഇല്ല, അവൾ അങ്ങനൊന്നും അല്ല, എന്നെ പോലെ തന്നെ. ചിലപ്പോ വയ്യാത്തോണ്ടായിരിക്കും, മൊത്തം ക്ഷീണിച്ച് കാണും. നാട്ടുകാരെ മുമ്പിൽ ചോദിച്ചിട്ട് തന്നെ ഈ ടൈപ്പ് ഡ്രസ്സുകൾ ഞാൻ ഇടത്തില്ലെന്ന് അവർക്ക് അറിയാല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വെച്ചേക്കുന്നെ നൈറ്റികള്? എനിക്കത് മാറി കൊടുക്കാൻ വേറെ ഒന്നും വേണ്ടേ? ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നാലല്ലോ, നിനക്ക് വാങ്ങി തരാം. ഓ, എനിക്കാണെങ്കിലേ എനിക്കിപ്പോ മാറി കൊടുക്കണ്ടേ? ഞാനല്ല നീ വാങ്ങിയത്. അത് ഉമ്മായെല്ലാം വാങ്ങിയായിരിക്കും, നീ ഒന്നും മിണ്ടാതിരി, ഞാൻ വാങ്ങി തരാം നിനക്ക്. ഉമ്മായവരെ നിയന്ത്രിക്കുന്നവർ ഇവിടെ ഉണ്ട്, അവരായിരിക്കും വാങ്ങിയത്. അത് നീ എന്തൊക്കെയാ ധരിച്ചു വെച്ചിരിക്കുന്നത്? നീ അങ്ങനൊന്നും പറയല്ലേ. നീ ആരെ ഉദ്ദേശിച്ചായി പറയുന്നത്?
ആരെയൊന്നും മനസ്സിലായില്ലേ? ചേട്ടത്തി ചേട്ടത്തി എന്ന് വിളിച്ചോണ്ട് നടക്കുമല്ലേ നിങ്ങള്? നീ വെറുതെ ചേട്ടത്തി എന്നൊന്നും പറയാതിരി, മിണ്ടാതിരി. അവരൊക്കെ കേട്ടാ എന്തെങ്കിലും പറയത്തില്ലേ? നീ എന്താ ഈ പറയുന്നേ? ഞാൻ പറയുന്ന അനുസരിച്ചോണം, അല്ലെങ്കിൽ മുമ്പത്തെ കാര്യം അറിയല്ലേ. നീ എന്തൊക്കെയാ മോളെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവരാണ് നമ്മളുടെ ആദ്യം തന്നെ നമ്മുടെ ബന്ധം നടത്താതാക്കിയത്. കാര്യം ഞാനും കൂടെ സുഖം അനുഭവിച്ചാലോ? ചേട്ടത്തിയായിട്ട് നിനക്ക് ഇത്ര വെറുപ്പെന്താ? നിങ്ങൾക്കറിയത്തില്ലേ, നമ്മളുടെ ആദ്യം ആലോചിച്ച് വന്നപ്പോൾ തന്നെ അവരാണ് മുടക്കിയത്. ഇപ്പോഴും ആലോചിച്ചപ്പോൾ ഞാനാ പറഞ്ഞത് ആരോടും ഇവിടെ പറയണ്ടെന്ന്. എല്ലാം ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ഞാൻ അവർ കാത്തിരുന്നില്ലേ? അപ്പോഴും നമ്മളെ ബന്ധം നടത്താതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചു. ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്ന അവരെയാണ്. എൻ്റെ ഉമ്മായും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഇവിടെ ഞാൻ വന്നു കയറുന്ന ഇഷ്ടമല്ലെന്ന്. അത് ശരിയാ, കണ്ടില്ലേ അവളെ പോലെ എന്നെ ആക്കാൻ വേണ്ടി. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സൊന്നും ഇഷ്ടമല്ല. നിനക്ക് ഞാൻ വാങ്ങിത്തരാം, നീ എടുത്തോണ്ട് അകത്ത് പോയി. എനിക്കിത് വേണ്ട, വേണ്ടുന്നവരെടുത്തുക്കട്ടെ. എനിക്ക് നാളെ നല്ല ഡ്രസ്സ് വാങ്ങി തന്നാൽ മതി. ഞാൻ പറയുന്ന കണക്ക് എനിക്ക് കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ നടക്കാനാണ് ഇഷ്ടം, അല്ല ഇവളെ കണക്ക് കിളവിയ കണക്കല്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുവാണല്ലോ. എന്തൊക്കെയോ മേളമൊക്കെ കേൾക്കുന്നു. പെട്ടെന്ന് വാങ്ങിയോട്ട്. റൂബി, നിന്നെ ഇന്നലെ അവര് താത്താമാർ എത്ര നേരം കാത്തിരുന്ന്, നീ എന്നിട്ട് അങ്ങോട്ടൊന്ന് വരാഞ്ഞെന്ത്? എനിക്ക് ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ കയറി കിടന്നു. ഉമ്മായിക്ക് അതൊരു വിഷമമായി കേട്ടോ. നീ വരുമെന്ന് വിചാരിച്ച് അവിടെ കാത്തിരുന്നു. ആ പെണ്ണുങ്ങൾ നുണ പറയുന്നതിൻ്റെ ഇടയ്ക്കാണോ ഉള്ള? ഞാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചും കുറച്ച് കേട്ടതാ. രണ്ടാം കെട്ട് തന്നെ കിട്ടിയല്ലോ, ഇങ്ങനെ ഒരു തീയാണല്ലോ, ഇനി 2 മരുമക്കളും കൂടെ ഉമ്മായെ കൈകാര്യം ചെയ്യുമല്ലോ എന്നൊക്കെ പറയുന്നത്. പിന്നെ അവരെ മുന്നിൽ തന്നെ ചെന്ന് കയറാൻ എനിക്ക് വയ്യായിരുന്നു. നിങ്ങൾക്കല്ലേ ഞാൻ ഇവിടെ വന്നു കയറുന്നത് ഇഷ്ടമല്ലാഞ്ഞത്. നിനക്ക് എന്താണ് എന്നോട് ഇത്ര ദേഷ്യം? അല്ല, നിങ്ങൾ എത്ര പ്രാവശ്യം ഈ കല്യാണം മുടക്കാൻ നോക്കിയതാ? നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഈ വീട്ടിൽ താമസമായിട്ട് എത്ര പ്രാവശ്യം ഉമ്മായും പാപ്പായും നോക്കാൻ വന്നിട്ടുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീടും ഇതും എല്ലാം കണ്ട് മതി മറന്ന് ഇവിടെ ജീവിക്കുമല്ലേ? നീ എന്തൊക്കെയാണ്? അതൊക്കെ എൻ്റെ സാഹചര്യങ്ങളല്ലേ. അല്ല, ഞാൻ മനഃപൂർവ്വം എന്നെയോ ഉമ്മായെയോ വാപ്പായൊന്നും കാണാൻ വരില്ലോ, അങ്ങനെയില്ല. പിന്നെ ഈ വിവാഹം വന്നപ്പോഴത്തേക്കും നിങ്ങൾ മുടക്കി. ആദ്യ പ്രാവശ്യം ഇത് ആലോചിച്ച് വന്നേല്ലേ ഇക്കാട് ആദ്യത്തെ കെട്ടിന് മുമ്പ്, അപ്പം നിങ്ങൾ മുടക്കി. പിന്നെ ഇപ്പം രണ്ടാമത് വന്നപ്പോൾ ഞാനാ പറഞ്ഞത് ഉമ്മായോടും പാപ്പായോടും നിങ്ങൾ അറിയിക്കണ്ട, എല്ലാം ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന്. ഇനിയിപ്പോൾ എന്തായാലും നിനക്കത് മനസ്സിലാവുമല്ലോ. നീ പയ്യെ പറ, ഉമ്മ കേൾക്കണ്ട. നിങ്ങൾ ഫുഡ് എടുത്ത് വെക്ക്, ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം. ബാ, കഴിക്കാൻ തരാം. പിന്നെ ഉമ്മായിക്ക് ഇങ്ങനെ തലയിൽ ഷാൾ ഇടാതെയൊന്നും പോകുന്ന ഉമ്മായിക്ക് ഇഷ്ടമല്ല. നീ അതൊന്നും എടുത്തിട്ടേരെ. അത് കൊള്ളാം. ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന രീതിയെല്ലാം ഞാൻ തന്നെ തീരുമാനിക്കും, അല്ല നിങ്ങൾ എന്നെ കൂടുതൽ ഭരിക്കാൻ വേണ്ട. ഉമ്മായിക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഉമ്മയൊക്കെ പഴയ ആൾക്കാരല്ലേ, അപ്പം അതെനിക്ക് ഇഷ്ടമേ അല്ല. പണ്ട് കുറേ ഞാൻ നിങ്ങൾ പറയുന്ന കേട്ട് നടന്നിട്ടുണ്ട്, പക്ഷെ ഇന്ന് മുതൽ അത് ഇല്ല. നിങ്ങൾ എന്നെ ഭരിക്കാനും വരരുത്. ചേട്ടത്തിയാണ്, ചേട്ടൻ്റെ ഭാര്യയാണ്, ആ രീതിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എന്നെ അറിയാല്ലേ പണ്ടേ. പക്ഷെ നിങ്ങൾ ചേട്ടത്തി എന്നുള്ള രീതി വെച്ച് ഞാൻ എല്ലാം അംഗീകരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താ റൂബി ഇവിടെ ഒരു സംസാരം? ഒന്നുമില്ലക്കാ,
എന്നോട് കുറച്ച് പേര് അധികാരം സ്ഥാപിക്കാൻ വന്നു. അത് വേണ്ടാന്ന് ഞാൻ ഇപ്പോഴേ അങ്ങ് പറഞ്ഞു വെച്ച്. നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം കേട്ടോ ഫുഡ്. നീ ഇവിടെ ഓരോരുത്തരെ കാലം കൈയൊന്നും പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ല, കഴിച്ചിട്ട് പോ. ആ എങ്കിൽ ശരിയടാ റൂബി, നിന്റെ ആഗ്രഹമല്ലേ, പുറത്തുനിന്ന് കഴിക്കാം. ഞാൻ ഉമ്മായിട്ടൊന്ന് പറഞ്ഞിട്ട് തരട്ടെ. എന്താ ഉമ്മാടെ അനുവാദം വാങ്ങിക്കൊണ്ട് വരാൻ? പൊടി കുഞ്ഞാ. കൊച്ചു പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ചോദിക്കുന്ന കണക്കാ, എനിക്ക് വിശക്കുന്നു, നമുക്ക് പോവാം. ഇനി അവരെയും കാത്തിരുന്ന ഒരുപാട് താമസിക്കും. ചേട്ടത്തി, ഞങ്ങള് പുറത്തോട്ട് പോയിടുന്നേ, ഉമ്മ അടുത്ത് പറഞ്ഞേരേ. ഞങ്ങള് രാത്രിയാവും വരാൻ. അല്ലെങ്കിൽ ചേട്ടത്തി. ഇതെന്താ എല്ലാം ഉമ്മാടുത്ത് അനുവാദം ചോദിച്ചിട്ടേ പോത്തോളാ? അതൊരു ശീലമായിപ്പോയി. അതൊക്കെ ഇനി മാറ്റണം, അല്ലെങ്കിൽ ഞാൻ മാറ്റിയെടുത്തൊക്കെ. ഈ പെങ്കൊച്ചത് എന്തിനുള്ള ഭാവമാണ്? ഉമ്മ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഇത്തിരി മുരിങ്ങയില പറിക്കാനായിട്ട് കയറി വന്ന്. വാ കഴിക്കാമല്ലോ. അവർക്കൂടെ എടുത്തു പോയി. അവര് പുറത്തോട്ട് പോയമ്മ. എവിടെ പോയില്ല? അല്ല, ഉമ്മ അടുത്ത് പറയാൻ എൻ്റെ പറഞ്ഞായിരുന്നു അനിയൻ. എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലേ? എവിടാന്നൊന്നും പറഞ്ഞില്ല. രാത്രിയാവും വരാനെന്ന് പറഞ്ഞു പോയി രണ്ടുപേരും കൂടെ. ഓ, തന്നിഷ്ടക്കാരിയല്ലേ? നീ ആയിരിക്കും വന്നപ്പോഴേ പറഞ്ഞത്, എന്നോടൊന്നും പറയണ്ട. ഉമ്മ അങ്ങനെയൊക്കെ വിചാരിക്കല്ലേ. എന്നോടൊന്നും പറഞ്ഞില്ല, എന്നെനിക്ക് അറിയത്തുമില്ല. പിന്നെ ഇത്രയ്ക്ക് ധൈര്യം എവിടുന്ന്? ഉമ്മ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നും അല്ല. ഉമ്മ എല്ലാം എന്നെ പറയല്ലേ. നീ പറഞ്ഞു കൊടുത്തേയിരിക്കും, അവരെ നീ കണക്കി കൂട്ടണ്ടെന്ന്. എന്തൊരബദ്ധമാണോ ഞാൻ ചെയ്തു വെച്ചത്. ഇപ്പം അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എല്ലാം ഞാൻ തന്നെയല്ലേ കുറ്റം കേൾക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ കല്യാണം നടത്തിയത്? നീ ഓരോന്ന് പറഞ്ഞേ അവളെ കൂടെ വഷളാക്കരുത്. എൻ്റെ മക്കള് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ മതി. അതായത് നിന്റെ ഒന്നും തന്നിഷ്ടത്തിന് ജീവിക്കാനല്ല. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. ഞാൻ പറയുന്ന ആരും കേൾക്കത്തുമില്ല. അവസാനം കുറ്റമല്ല എനിക്ക്. അവള് എന്തെങ്കിലും പറഞ്ഞാൽ അത് പറയാൻ ഞാൻ ചേട്ടത്തിയായിണ്ടാന്ന്. ഞാനൊന്നും പറയുന്നില്ലമ്മ. അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ, വരുന്നത് കാണുന്നത് സംസാരിക്കുന്നതൊക്കെ. ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. ഉമ്മ വാ, വല്ലോ ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ച്. പോയി എടുത്തു പോയി. ഞാൻ വരാം. എനിക്ക് വേണ്ടെന്ന് ഞാൻ തിന്നല്ലേ പറ്റൂ. എങ്കിലും അവൻ പോലും ഒരു വാക്ക് പറയാതെ പോയല്ലേ. രാത്രി വരുത്തോളണം, അതും ഉള്ളതല്ലേ. നീ വരട്ടെ. എവിടെ ഇങ്ങനെ പോകുന്നു? അഞ്ചാറാണെങ്കിൽ അങ്ങനൊന്നും ചെയ്യത്തില്ല. അവൻ നിന്റെ കാല് പിടിച്ച് എന്തും ആവശ്യത്തിന് പോകുന്നത്. ഇത് എന്നിട്ടൊരു വാക്ക് പറയാതെ പോയല്ലോ. മുൻപിത് അങ്ങനെ അല്ലായിരുന്നല്ലേ. എന്തായാലും വരട്ടെ.